എല്ലാ സെനാരിയും ഞാൻ പറയാം. ഒന്ന്, ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അടുത്ത അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റോ തേർഡോ ഒക്കെ വരുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുക. വെയിറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ആയിട്ടില്ല, ജനറേറ്റ് ആയിട്ടില്ല. സോ നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കണ്ട. ഇനി രണ്ട്, നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കാൻ പറഞ്ഞവർ, അതായത് ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയവർ, അങ്ങനെയുള്ളവർക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്: അടയ്ക്കാം, അടയ്ക്കാതിരിക്കാം. അടയ്ക്കാത്തവർ എല്ലാം ഇവിടുന്ന് ബൈ പറഞ്ഞ് വിടാം. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ്സ് ഒന്നും കിട്ടത്തില്ല, ഹയർ ഓപ്ഷൻസും കിട്ടത്തില്ല, നിങ്ങൾ ഒരു രീതിയിലും പരിഗണിക്കത്തില്ല. ഫീസ് അടയ്ക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ അലോട്ട്മെൻറ്റ് തന്നിട്ട് നിങ്ങൾ അടയ്ക്കാതിരുന്നാൽ നിങ്ങൾ ഔട്ടായി. ഇനി അടയ്ക്കുന്നവർക്ക് വീണ്ടും അടുത്ത സെനാരിയോ, സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് കൺഫർമേഷൻ ചോദിക്കും. അതായത് ഇനി അടുത്ത വരാൻ പോകുന്ന അലോട്ട്മെൻറ്റ് നിങ്ങളെ പരിഗണിക്കണോ വേണ്ടയോ. നിങ്ങൾ ആ സമയത്ത് കൺഫർമേഷൻ കൊടുക്കുന്നില്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ അലോട്ട്മെൻറ്റ്, അത് നിങ്ങൾ ടോക്കൺ ഫീ അടച്ചല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഫിക്സ് ചെയ്യാം. ഇനി അതിനടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം എന്നാണ് നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻ പരിഗണിക്കുന്നു. ഓക്കെ. ഇനി അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം വീണ്ടും അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജുകളിൽ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഓൾറെഡി നിങ്ങൾ ടോക്കൺ ഫീ അടച്ച ശേഷം നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പങ്കെടുക്കുന്നില്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾ ഫിക്സ് ആവുകയാണ്. ആ സീറ്റ് വേറെ ആർക്കും ഓപ്പൺ ആവത്തില്ല. അതാണ് സംഭവിക്കുന്നത്. ഓക്കെ. നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുമ്പോൾ മാത്രമാണ് ആ കിട്ടിയ സീറ്റ് ബാക്കിയുള്ളവർക്ക് ഓപ്പൺ ആക്കി കൊടുക്കുക. നിങ്ങൾക്ക് മേളിലോട്ടുള്ള ഹയർ ഓപ്ഷൻ കിട്ടുന്നതും ചെയ്യുന്നത്. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജ് ചെന്നിട്ട് അധിക തുക, ഇപ്പോൾ നിങ്ങൾ അടച്ച ടോക്കൺ ഫീയിൽ കവിഞ്ഞ് അവിടെ ഫീസ് എക്സ്ട്രാ അടയ്ക്കണമെങ്കിൽ ആ അധിക തുക അടയ്ക്കേണ്ടതും ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടതും എല്ലാം സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം. ഇനി ഇതിനെല്ലാം ശേഷം വീണ്ടും തേർഡ് അലോട്ട്മെൻറ്റ് സമയമാകുമ്പോഴത്തേക്കും കൺഫർമേഷൻ കൊടുക്കുന്ന പറഞ്ഞ ഓപ്ഷൻ വരും. നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് പങ്കെടുക്കണോ, ഹയർ ഓപ്ഷൻ നിങ്ങൾ ഇനിയും പരിഗണിക്കണോ എന്ന് ചോദിക്കും. വേണ്ടെന്ന് പറഞ്ഞാൽ സെക്കൻഡിൽ അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾ ഫിക്സ് ആയി. ആ സീറ്റ് ആർക്കും ഓപ്പൺ ആവത്തില്ല, അത് നിങ്ങളുടേത് മാത്രമായി. ഇനി പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ തന്നെ പങ്കെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ അതിൻ്റെ മേളിലുള്ള ഹയർ ഓപ്ഷൻസ് പരിഗണിക്കും. നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അടുത്ത കോളേജിലേക്ക് പോകാം. അപ്പോൾ പോകുമ്പോൾ എന്ത് ചെയ്യണം? ഡോക്യുമെൻറ്റ്സ് വേണം, ഫീസും തിരിച്ച് വേണം, അല്ലേ? അപ്പം സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് തിരിച്ചു പോവുക, ആ ഫീസും വാങ്ങിക്കുക, ഡോക്യുമെൻറ്റ്സും വാങ്ങിക്കുക, പുതിയ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കുക.